ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 48 കണക്കാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? 7 പേനയുടെ വില 98. അപ്പോൾ ഒരു പേനേൻ്റെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 98 ഹരിക്കണം 7. 98 ഹരിക്കണം 7. ആദ്യം 9 7 പോവും. എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. 1 7 7. 9 7 കുറക്കുക. 9 7 കുറച്ചാൽ 2. ഇത് എന്ത് ചെയ്യുക? 8 ഇറക്കിയിടുക. 28. 28 7 4 7 28. അപ്പോൾ ഒരു പേനയുടെ വില 14 രൂപ. അടുത്തത് 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? അതും ഹരിച്ചു നോക്കിയാൽ മതി അല്ലേ? 168 ഹരിക്കണം 8. 1 പോവില്ല, 16 8. 2 8 16. 8 ഇറക്കിയിടുക. 8 16 16 പോയ 0 ആണല്ലോ. അപ്പോൾ 8 എത്ര 8 ഉണ്ട്? 1 8. ഒരു പേനയുടെ വില ഒരുപോലെ വീതിച്ചാൽ ഒരാൾക്ക് 168 രൂപ. ഒരുപോലെ വീതിച്ചാൽ ഒരാൾക്ക് എത്ര? 21. മൂന്നാമത്തെ കണക്ക്, സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? 1825 ഹരിക്കണം 25. ഇപ്പോൾ 1 പോവില്ല, 18 പോവില്ല. 182 എത്ര 25 ഉണ്ട്? 100 4, 75 3. അപ്പോൾ 7. 7 25 എത്രയാണ്? 7 5 35 5 3 ബാക്കി 7 14 3 17. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ 12 5 പോയാൽ 7. അപ്പോൾ ഈ 5 ഇറക്കിയിടാം. 75. 75 എത്ര 25 ഉണ്ട്? 3. 3 25 75. അപ്പോൾ എത്ര കെട്ടുകൾ വാങ്ങണം? 73 കെട്ടുകൾ. അടുത്തത് പേജ് നമ്പർ 50 കണക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ശിഷ്ടം വരുന്ന സംഖ്യകളോ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതൊന്ന് എഴുതി നോക്കിയാൽ മതി. 2ൻ്റെ ഗുണം എഴുതി വെക്കാം. 2 4 6 8 10 12 14 അങ്ങനെ പോകും. അപ്പോൾ ഇതിലൊക്കെ എന്താണ്? ഹരിച്ചു നോക്കിയാൽ 0 ആണ് ശിഷ്ടം വരിക. 1 ശിഷ്ടം വരുന്നത് നോക്കാം. ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയതായിരിക്കും 1 ശിഷ്ടം വരിക എന്ന് പറയുമ്പോൾ 3 5 7 9 11 13 15. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഇരട്ട സംഖ്യകളായിരിക്കും. 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഒറ്റ സംഖ്യകളായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതുക. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? അതായത് ഒരു സംഖ്യനെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള 2 സംഖ്യകളായിരിക്കും. 1ഉം 2ഉം ആയിരിക്കും. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? ശിഷ്ടം വരുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 സംഖ്യകൾ 2ഉം 1ഉം 2ഉം ആയിരിക്കും. ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതുക. അതായത് 1 ശിഷ്ടം വരുന്നതും 2 ശിഷ്ടം വരുന്നതും സംഖ്യാക്രമങ്ങളായി എഴുതുക.
ഒന്ന് ശിഷ്ടം വരുന്ന ഏതൊക്കെയാ? 3 കൊണ്ട് ഹരിച്ചാൽ 4, പിന്നെ ഒന്ന് ശിഷ്ടം വരുന്ന 7, 10. എന്ത് ചിന്തായി 3 കൂട്ടിപ്പോയാൽ മതി. ഇനി 13, 16, 19, 22, 25. ഇതൊക്കെ ഒന്ന് ശിഷ്ടം വരുന്നതാണ്. 2 ശിഷ്ടം വരുന്നതോ 5, അതിനോട് 3 കൂട്ടിയാൽ മതി 8, 11, 14, 17, 20, 23, 26. ആദ്യത്തെ സംഖ്യ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 3 കൂട്ടിപ്പോയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ. 0 മുതൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 19 വരെ. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിഷ്ടങ്ങൾ തമ്മിലോ? ഈ വരിയിലെ നോക്കി നോക്ക്. 5, 10, 15 എന്നാണ് വരുന്നത്. ഈ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുമോ? 5ൽ 5 1 പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം, 15ൽ 5 3 പ്രാവശ്യം, 1, 2, 3 എന്ന് വരുന്നില്ലേ? ഇനി അടുത്ത വരിയിലെ നോക്ക്. ശിഷ്ടങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നോക്ക്. 5 കൊണ്ട് ഹരിച്ചാൽ 1ൽ പോവില്ല. 6ൽ 5 1 പ്രാവശ്യം, 1 ശിഷ്ടം. 11ൽ 5 2 പ്രാവശ്യം, 1 ശിഷ്ടം. 16ൽ 5 3 പ്രാവശ്യം, 1 ശിഷ്ടം. അപ്പോൾ ഇത് 1 ശിഷ്ടം വരുന്നത്. അടുത്തത് നോക്ക്. 2 ശിഷ്ടം വരുന്നതായിരിക്കും. 7ൽ 5 1 പ്രാവശ്യം പോവും, ബാക്കി 2 ശിഷ്ടം. 12ൽ 2 പ്രാവശ്യം പോവും, 2 ശിഷ്ടം. 17ൽ 3 പ്രാവശ്യം പോവും, 2 ശിഷ്ടം. ആണ് ഇവിടെ ഈ വരിയിലെത്തി 2 ശിഷ്ടം. ഇവിടെ 1 ശിഷ്ടം വരുന്നത്, 2 ശിഷ്ടം വരുന്നത്, അടുത്ത 3, അടുത്ത 4 അങ്ങനെയാണ് വരുന്നത്. അതേ ക്വസ്റ്റ്യനിൽ തന്നെ ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ? ഒരേ നിരയിലെ സംഖ്യകൾ ആദ്യത്തേനെ ഹരിച്ചുകൂടാ, പിന്നത്തേൽ 5 കൊണ്ട് ഹരിച്ചു നോക്ക്. 5ൽ 5 1 പ്രാവശ്യം, 6ൽ 5 1 പ്രാവശ്യം 1 ബാക്കി, 7ൽ 5 1 പ്രാവശ്യം 2 ബാക്കി, 8ൽ 5 1 പ്രാവശ്യം 3 ബാക്കി, 9ൽ 5 1 പ്രാവശ്യം 4 ബാക്കി. അപ്പോൾ 1 2 3 4 അങ്ങനെയാണ് ബാക്കി വരുന്നത്. പിന്നെ 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ്? ഇത് വെച്ചിട്ട് നമുക്ക് 10ാമത്തെ വരിയിലെ സംഖ്യ കണ്ടെത്തണം. 10ാമത്തെ വരിയിൽ ആദ്യ സംഖ്യയും കണ്ടെത്തണം, അവസാന സംഖ്യയും കണ്ടെത്തണം. അപ്പോൾ ഇത് നോക്ക്. 2ാമത്തെ വരിയിലെ സംഖ്യ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ, 2ൻ്റെ തൊട്ട് താഴെ 1 ആണല്ലോ. അപ്പോൾ 1 ഗുണിക്കണം 5 ആണ് 2ാമത്തെ വരിയിൽ. 3ാമത്തെ വരിയിൽ 2 ഗുണിക്കണം 5 ആണ്. അപ്പോൾ എത്രാമത്തെ വരിയാണോ അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എടുത്ത് 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഇത് 4ാമത്തെ വരി. 4ാമത്തെ വരിയിൽ തൊട്ട് താഴെ 3 ആണ് അല്ലേ? 3 ഗുണിക്കണം 5 ആണ്. അപ്പോൾ നമുക്ക് 10ാം വരിയിലെ സംഖ്യ ഏതാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10ൻ്റെ താഴെയുള്ള നമ്പർ എത്രയാണ്? 9 അല്ലേ? അപ്പോൾ 9 ഗുണിക്കണം 5 ചെയ്താൽ മതി. 9 × 5 45. 45 ആദ്യ സംഖ്യ എന്ന് കിട്ടും. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെയും അവസാനത്തെയും. 45 ഇവിടെയാണെങ്കിൽ 45, 46, 47, 48, 49 ഇവിടെ വരും. 49 ആയിരിക്കും അവസാനത്തത്. ഇനി 12ാം വരിയിലെ 4ാം സംഖ്യ ഏതാണ്? 12ാം വരിയിലെ സംഖ്യ കണ്ടുപിടിക്കാൻ 12ൻ്റെ താഴെ 11. 11 × 5 ചെയ്താൽ മതി. 11 × 5 55. 4ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 56, 57, 58. അടുത്ത് 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്?
അപ്പം 123. അപ്പം 120 ആദ്യത്തെ സംഖ്യയായിരിക്കും. 5ൻ്റെ ഗുണനമാണല്ലോ വരുന്നത്. 120 എന്ന് പറയുന്നത് ഏത് സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 120 കിട്ടുക എന്ന് നോക്കുക. ഏത് സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 120 കിട്ടുക എന്ന് കണ്ടെത്തുക. അതായത് 120നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 24ആണ്. 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. അപ്പോൾ 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. അപ്പോൾ 25ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ 120ആണ്. പിന്നെ 120 ആദ്യ സംഖ്യ ആകുമ്പോൾ 120, 121, 122, 123. അപ്പം 4ാമത്തെ വരിയിലെ സംഖ്യ ആയിരിക്കും 123. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെയുള്ള സംഖ്യകളെ 9ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. നോക്കാം. 11 9ൻ്റെ മടങ്ങായി എഴുതണം. 11 ഗുണിക്കണം 9ൻ്റെ മടങ്ങായി എഴുതാൻ 11 ഗുണിക്കണം 9 എത്രയാണ്? 99. ഇനി 111 ഗുണിക്കണം 9 ഒരു 9 ഒരു 9 ഒരു 9 999. ഇനി 1111 ഗുണിക്കണം 9 ഇതാണ് ഒരു 9. അങ്ങനെ 4 9കൾ വരും അല്ലേ? 4 9. ചുവടെയുള്ള സംഖ്യ 9ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതണം. മിച്ചമായിട്ട് എങ്ങനെയാണ്? 11നെ ഇതൊരു ശ്രേണിയാണ് വരുന്നത്. ഇനിയിപ്പോൾ 5 9 എന്തായിരിക്കും? 5 1കളാണെങ്കിൽ ഇൻറ്റു 9 ആണെങ്കിൽ 9 9 9 9 9 അങ്ങനെ കിട്ടും. ഇനി മിച്ചമായിട്ട് എങ്ങനെ എഴുതുക? 11നെ 9 കൊണ്ട് ഹരിക്കുക. ഒരു 9 9 2ആണ് ശിഷ്ടം വരുന്നത്. പിന്നെ 111നെ 9 കൊണ്ട് ഹരിച്ചാൽ ഒരു 9 21 21 29 18 എത്രയാണ് ശിഷ്ടം വരുന്നത്? 3. അപ്പോൾ ഇവിടെ ശിഷ്ടമായി വരുന്നത് 11നെ ഹരിച്ചിട്ട് 2, ഇവിടെ 3. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ശിഷ്ടമായി വരുന്നത് 5 ആയിരിക്കും. ഒന്ന് ഹരിച്ചു നോക്കുക. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർച്ചയായി എഴുതുക. 6 1 6 9 ആൻസർ. അപ്പോൾ ശിഷ്ടം എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ 3 9 3 ശിഷ്ടം, 4 9 4 ശിഷ്ടം, 5 9 5 ശിഷ്ടം. അങ്ങനെയാണ് വരുന്നത് ശ്രേണി. അടുത്തത് ചുവടെയുള്ള സംഖ്യകളെ 8ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. 8ൻ്റെ മടങ്ങ് 9 × 8 എത്രയാ? 72. പിന്നെ 98 × 8 8 8 64ക്ക് 4 6 ബാക്കി 9 8 72 6 78. ഇനി 9 8 7 × 8 എത്രയാണ് വരിക? 7 56ക്ക് 6 5 ബാക്കി 8 8 64 5 69ക്ക് 9 6 ബാക്കി 9 8 72 8 6 78. അപ്പോൾ ഈ ശ്രേണീൻ്റെ പ്രത്യേകത എന്താണ്? വേണേൽ ഒന്നും കൂടി എഴുതി നോക്കാം നമുക്ക്. 9 8 7 6 ഇത് ആദ്യം 9 പിന്നെ 8 പിന്നെ 7 പിന്നെ 6 വരിക അല്ലേ? ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. ഇൻറ്റു 8 അത് 48ക്ക് 8 8 56 4 0 0 0 9 7 ഇതാണ് വരിക. അപ്പോൾ ഈ ശ്രേണീൻ്റെ ഒരു പ്രത്യേകത നോക്ക്. ആദ്യം 7 2 പിന്നെ എന്താണ്? 7 8 പിന്നെ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. 2 അല്ല ഇരട്ടിയല്ല, 2 കൂടിയിട്ട് ഇരട്ടി തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അത് 2 2 വരുന്നത്. ഇവിടെ 2
4. പിന്നെ 2 6, 2 8 അങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത നോക്ക്, 7 2 പിന്നെ 7 8 കൂടി വന്ന് പിന്നെ 2 കൂടി, 2ൻ്റെ ഇരട്ടി 4. പിന്നെ എന്താണ്, 7 8 9 6ആണ്. അതായത് 8 എന്തായി, 9 ആയി. പിന്നെ 7 8 തന്നെ. ഇവിടെ എന്താവും, 6 8 ആവും. പിന്നെ 9 എന്താവും, 10 ആവും. ആ 10ൻ്റെ 0 ഇവിടെ ഇട്ട് ബാക്കിയുള്ള 1 9ൻ്റെ കൂടി കൂട്ടി. 9ൻ്റെ കൂടി കൂട്ടിയാൽ 10ക്ക് 0, ബാക്കിയുള്ള 1 8ൻ്റെ കൂടി കൂട്ടി 9. അങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. തുടർച്ചയായുള്ള ശ്രേണികൾ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ.